أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഫത്ഹുൽ ഖയ്യൂം ക്ലാസ് 9. ഇൽമിൻ്റെ മഹത്വവും അത് പഠിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുമാണല്ലോ ഇത്രയും ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തു വന്നിട്ടുള്ളത്. ഇവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന പല വിഷയങ്ങളും ഇൽമ് കരസ്ഥമാകുന്നതിന് തടസ്സമായി വന്നേക്കാം. ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് നമ്മൾ മാറ്റുകയും കൊണ്ടുവരേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഇൽമ് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളുന്ന ഫീക ആദിമൻ നിസ്വാബി വഇൻ തസിർക സ്വാഹിബിൻ ഔ സ്വാബിഇ വൻഷുർ ലിമാ തഅലമുഹു വഅമൽ ബിഹി ഫമാ ലിആസിൻ ഫൈദു ഫളിലി റബ്ബിഹി واحتم ما يقلل الفهم وما يزيد في النسيان أو يبدي عما وظن فيك وظن നീ ധരിച്ചോ, നീ വിചാരിച്ചോ, ഫീക നിന്നിൽ, നിന്റെ നഫ്സിനോട് നീ പറഞ്ഞോ, നിന്റെ നഫ്സിൽ നീ വിചാരിച്ചോ എന്ത്? ആദിമൻ നിസ്വാബി, കണക്കിനെ എത്തിക്കാത്തവനായിട്ട് നീ വിചാരിച്ചോ. ഇൽമിൽ എത്ര ഇൽമ് നമുക്ക് കിട്ടിയാലും ആ ഇൽമിൻ്റെ പരിപൂർണമായ കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല, അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ള ഒരു ചിന്ത എന്ന വിചാരം നമ്മുടെ നഫ്സിനോട് നമ്മൾ പറയണം, നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അപ്പോൾ എത്ര ഇൽമ് കിട്ടിയാലും അത് പരിപൂർണമായിട്ടില്ല, ഇനിയും ഇൽമ് കിട്ടാനുണ്ട്, ഇനിയും ശേഖരിക്കാനുണ്ട്, ഇനിയും അറിവ് നേടാനുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെ നഫ്സിൽ, നമ്മുടെ ശരീരത്തിനോട്, നമ്മുടെ മനസ്സിൽ നമ്മൾ പറയണം, നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കണം. പിന്നെയോ വഇൻ തുസിർക സ്വാഹിബിൻ, വഇൻ തുസിർ നീ ആയാലും ശരി, കസ്വാഹിബിൻ സ്വാഹിബ് എന്ന മഹാനെ പോലെ ആയാലും ശരി, ഔ സ്വാബിഇൻ സ്വാബി എന്ന മഹാനെ പോലെ ആയാലും ശരി. അപ്പൊ സ്വാഹിബ് സ്വാബി എന്നൊക്കെ പറഞ്ഞാൽ അക്കാലത്ത് ജീവിച്ചിരുന്ന പ്രഗത്ഭരായ മഹാന്മാരാണ്, വലിയ അറിവിൻ്റെ ഉടമകളായ അക്കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അപ്പൊ അവരെ പോലെയൊക്കെ ആയാലും ശരി, ഇനിയും ഇൽമ് ലഭ്യമാകണം, ഇനിയും ഇൽമ് കിട്ടണം, ഇനിയും അറിവ് നേടണം, പഠിക്കണം എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. അതല്ലാതെ കിട്ടിയ ഇൽമിൽ പരിപൂർണമായി എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. പിന്നെയോ വൻഷുർ ലിമാ തഅലമുഹു വഅമൽ ബിഹി ഫമാ ലിആസിൻ ഫൈദു ഫളിലി റബ്ബിഹി വൻഷുർ ലിമാ, വൻഷുർ നീ പ്രചരിപ്പിച്ചോ, ലിമാ ഒരു ഇൽമ് കൊണ്ട്, ഇൽമ്. അപ്പൊ നിനക്ക് കിട്ടിയ ഇൽമിനെ നീ പ്രചരിപ്പിച്ചോ. തഅലമുഹു ആ ഒന്നിനെ, ആ ഒരു ഇൽമിനെ നീ പഠിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു, നീ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ നീ പഠിച്ചതായ ഇൽമിനെ നീ പ്രചരിപ്പിച്ചോ, എഴുത്തിലൂടെ, അതുപോലെ തന്നെ പ്രസംഗത്തിലൂടെ, ക്ലാസ്സിലൂടെ, ഏതെല്ലാം രീതിയിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് ഇൽമ് നൽകാൻ കഴിയുമോ, പ്രചരിപ്പിക്കാൻ കഴിയുമോ, ആ രീതിയിലൊക്കെ ഇൽമിനെ നീ പ്രചരിപ്പിച്ചോ. വഅമൽ ബിഹി, വഅമൽ നീ അമൽ ചെയ്യുകയും ചെയ്തോ, ബിഹി ആ ഇൽമ കൊണ്ട്. അപ്പൊ പഠിച്ചതനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുക,
പഠിച്ചതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ആ പഠിച്ചത് മുഴുവൻ നീ പ്രചരിപ്പിക്കുകയും വേണം. അതനുസരിച്ചുകൊണ്ട് നീ അമൽ ചെയ്യുകയും വേണം. ഫമാ കാര്യം മാ ഇല്ല ലിആസിൻ, ആസിൻ പാപികൾക്കില്ല എന്തില്ല, ഫൈലു ഫളിലി റബ്ബിഹി, ഫൈലു ലഭിക്കല് ലഭ്യമാകല്, ഫളിലി റബ്ബിഹി അള്ളാഹുവിൻ്റെ ഔദാര്യം. അപ്പൊ അള്ളാഹുവിൻ്റെ ഔദാര്യം തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടൂല. അതുകൊണ്ട് പഠിച്ചതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, പഠിച്ചത് മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. വഹ്തമിമായോ ഖല്ലിലുൽ ഫഹ്മാ വമാ യസീദു ഫിന്നിസിയാനി ഔ യുബ്ദി അമാ. വഹ്തമി നീ ഉപേക്ഷിച്ചോ, മാ ഒരു കാര്യത്തിനെ, യുഖല്ലിലുൽ ഫഹ്മാ മനസ്സിലാക്കുന്നതിനെ കുറച്ചു കളയുന്ന, കുറക്കുന്ന, മനസ്സിലാക്കുന്നതിനെ കുറക്കുന്ന കാര്യങ്ങൾ നീ ഉപേക്ഷിച്ചോ. വമാ യസീദു ഫിന്നിസിയാനി, വമാ ഒരു കാര്യത്തിനെയും യസീദു അത് കൂട്ടും, കൂടുതലാക്കും, ഫിന്നിസിയാനി മറവി. അപ്പൊ മറവി എപ്പോഴും മറക്കുക. അപ്പൊ മറവി കൂട്ടുന്നതായ കാര്യങ്ങള്, ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, അപ്പൊ മനസ്സിലാക്കുന്നതിനെ കുറക്കുന്നതായ കാര്യങ്ങൾ അതെല്ലാം നീ ഉപേക്ഷിച്ചോ. അപ്പൊ അതെന്താണ്? മൂത്രത്തിലേക്ക് തുപ്പുക, അതുപോലെ തന്നെ കറാഹത്തുകൾ കൊണ്ടുവരിക, ഔറത്തിലേക്ക് നോക്കുക, അതൊക്കെ എന്താണ്? നമ്മുടെ മറവി ഉണ്ടാക്കും, മനസ്സിലാക്കുന്നതിനെ കുറച്ചു കളയുന്നതാണ്. നിറമിൽ കറുത്ത ചെരുപ്പു നീ ധരിക്കല്ലേ, അതിനാല നിസിയാൻ വന്നിടും കളിയല്ലേ. തലവസ്താദ് പറഞ്ഞില്ലേ? അപ്പൊ നിറമിൽ കറുത്ത ചെരുപ്പ് ധരിക്കുന്നത് എന്താണ്? മറവിണ്ടാക്കുന്നു, മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക. ഔ യുബ്ദി അമാ, ഔ യുബ്ദി അതല്ലെങ്കിൽ വെളിവാക്കും, അമാ അന്ധതയെ, ഹൃദയത്തിന്റെ അന്ധതയെ വെളിവാക്കും. അപ്പൊ പഠിച്ചത് മനസ്സിലാവുന്നില്ല, പഠിച്ചത് മറന്നു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൽ എന്തോ ഒരു പാളിച്ച വന്നിട്ടുണ്ട്. അത് കണ്ടെത്തി അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ, അതിനെ മാറ്റി നിർത്താൻ നമ്മൾ തയ്യാറായാൽ ഇൽമു നമുക്ക് വേണ്ട വിധത്തിൽ ലഭ്യമാകും. അപ്പോൾ അതിനോടനുബന്ധിച്ച് കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ, കറാഹത്തുകൾ പരമാവധി നമ്മൾ ഒഴിവാക്കണം. ഹറാം എന്തായാലും ഒഴിവാക്കണമല്ലോ. അത് കറാഹത്തല്ലേ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ കൂടി ഒഴിവാക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായി ചർച്ച ചെയ്യാം. ഏകദേശം മര്യാദകൾ പകുതിയോളം കഴിഞ്ഞു. ഇനി ഉസ്താദുമാരോടുള്ള ബാധ്യതകളും അവരെ ബഹുമാനിക്കൽ, അതുപോലത്തെ കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.